അക്കൗണ്ടിംഗ് റേഷ്യോസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ചാണ്. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്? അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എത്ര തരമുണ്ട്, അതുപോലെ എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് പ്രോഫിറ്റബിലിറ്റി ratio? Profitability refers to the ability of a firm to earn income. നമ്മൾ പ്രോഫിറ്റബിലിറ്റി എന്നുള്ള ഒരു ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റബിലിറ്റി എന്ന ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം ക്യാൻ ബി ഈസിലി മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അവർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ ഏത് റേഷ്യോസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ദർ ആർ ടു ടൈപ്പ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. പ്രധാനമായും രണ്ട് തരത്തിലാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉള്ളത്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസും, പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത്. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ദീസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് സെയിൽസ്. സെയിൽസ് ഒരു എലമെൻ്റായി അല്ലെങ്കിൽ സെയിൽസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന റേഷ്യോസ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആർ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ എക്സെട്ര. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഏത് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ഥാപനത്തിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, സ്ഥാപനം എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാനാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൽ രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ബേസ്ഡ് ഓൺ സെയിൽസ് അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ബേസ്ഡ് ഓൺ സെയിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസിനെ പറയുന്ന പേരാണ് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. അവിടെ നമ്മൾ സെയിൽസ് ആണ് ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്. അവിടെ പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, അതായത് സെയിൽസിന്റെ എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നതാണ് നമ്മൾ അവിടെ നോക്കുക. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, സെയിൽസിന്റെ എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റേഷ്യോ, പിന്നെ അതുപോലെ എക്സ്പെൻസ് റേഷ്യോസ്. ഇത്തരത്തിലുള്ള റേഷ്യോസ് ആണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ പറയുന്നത്. അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ്, അതിൽ ഇത്തരത്തിലുള്ള റേഷ്യോസ് ആണ് പറയുന്നത്. അതായത് അവിടെ സെയിൽസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വേരിയസ് ഐറ്റംസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ റേഷ്യോസ് ആർ കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിസിനസ്. സ്ഥാപനത്തിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്, അതിലെ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോസ് ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതിനെ നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് കൂടി പറയാറുണ്ട്. മറ്റത് ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്നാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസിനെ പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓർ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ റേഷ്യോ, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് റേഷ്യോ. ഇത്രയും റേഷ്യോസ് ആണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിനാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത്. സ്ഥാപനം എത്രത്തോളം
പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊക്കെ അറിയാൻ നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗപ്പെടുത്താം. അതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ്. അവിടെ സെയിൽസ് ആണ് നമ്മൾ കോമൺ ഫാക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ സെയിൽസിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നോക്കുന്നത്. അവിടെ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് സെയിൽസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ആൻഡ് എക്സ്പെൻസ് റേഷ്യോസ്. ദെൻ സെക്കൻഡ് ടൈപ്പാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റിലെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, അതിന്റെ റിട്ടേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളവിടെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഒന്ന് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ്സ്. ദെൻ അതിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റേഷ്യോ, ജനറൽ റേഷ്യോയിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ, നെറ്റ് സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നത് എക്സിബിറ്റ് ചെയ്യുന്നതാണ് ഏത്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നമ്മളത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് മാർജിൻ എന്നും അറിയപ്പെടാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിനിവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ഐറ്റം ആയിട്ട് നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ടാവും, ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് അവൈലബിൾ ആവും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, ആൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഐഡിയൽ റേഷ്യോ ഈസ് 20 to 25%. ഒരു ഐഡിയൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20 to 25% ആണ്. അതായത് ടോട്ടൽ സെയിൽസിന്റെ 20 മുതൽ 25% വരെ സ്ഥാപനത്തിന് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ടോട്ടൽ സെയിൽസിന്റെ 20 മുതൽ 25% വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ദിസ് റേഷ്യോ മെഷേഴ്സ് ദ മാർജിൻ ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഓൺ സെയിൽസ്. സെയിൽസിന്റെ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് ആയിട്ട് മാറുന്നത് എന്നതാണ് ഒരു പരിധിവരെ എന്തിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫിക്സിംഗ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്ട്സ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സേഷനിലൊക്കെ നമ്മൾ ഏത് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ അവിടെ സെയിൽസ്, നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, ടോട്ടൽ സെയിൽസ് കൂടും. സെയിൽസ് കൂടുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തും വർദ്ധിക്കും, ഗ്രോസ് പ്രോഫിറ്റും വർദ്ധിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സേഷനിൽ നമ്മൾ ഏത് റേഷ്യോ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എ ഹൈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് എ സൈൻ ഓഫ് എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് മാനേജ്മെന്റ്. ഒരു ഹയർ, നമ്മൾ പറഞ്ഞ 20 to 25 ഹയർ ആയിട്ടുള്ള ഒരു ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അത് സ്ഥാപനം വളരെ എഫിഷ്യൻസി ഉള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് എത്താൻ പറ്റും. ഓൺ ദ അതർ ഹാൻഡ് എ ലോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് എ ഡേഞ്ചർ സിഗ്നൽ. ഒരു ലോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എഫിഷ്യന്റ് അല്ല എന്നുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. then അതിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ രണ്ടാമത് വരുന്ന റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്.
ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് മാറുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഓവറാൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേറ്റിംഗ് ദ ബിസിനസ്. ബിസിനസിന്റെ ഓവറാൾ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ് നമ്മൾ ഏത് റേഷ്യോ ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഈ റേഷ്യോ, ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇതിൽ വാല്യൂസ് റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺ, ബാഡ് ഡെബ്റ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ് എക്സെട്ര. ഈ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് വരും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വരും, ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ഷോർട്ട് ടേം ലോൺസ്, അതുപോലെ ബാഡ് ഡെബ്റ്റ്സ്, അതുപോലെ ഡിസ്കൗണ്ട് അലൗഡ്. ഇത്രയും ഐറ്റംസ് ഒക്കെ എന്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഹെഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ദ ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഫോർ മാനുഫാക്ചറിംഗ് കൺസേൺ ഈസ് 75% to 85%. ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഒരു മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 75% to 85% ആണ്. ഇറ്റ് മെഷർ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്. സ്ഥാപനത്തിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ ബിസിനസ്. സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണോ അല്ലെങ്കിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ്, ഇൻഡസ്ട്രിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ആയിട്ടാണോ നിൽക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, സ്ഥാപനത്തിന്റെ പൊസിഷൻ സ്വയം വിലയിരുത്തുന്നതിനും ഇൻഡസ്ട്രിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനൊക്കെ നമുക്ക് ഏത് റേഷ്യോ സഹായിക്കുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് റേഷ്യോ സഹായിക്കുന്നുണ്ട്. ലോവർ ദ റേഷ്യോ മോർ ഇസ് ദ എഫിഷ്യൻസി ആൻഡ് ഹയർ ഇസ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് എന്നതാണ് നമ്മൾ അതിൽ നോക്കുന്നത്. അപ്പോൾ അവിടെ ലോവർ റേഷ്യോ ആണ് എന്നുണ്ടെങ്കിൽ, ലോവർ ദ റേഷ്യോ മോർ ഇസ് ദ എഫിഷ്യൻസി ആൻഡ് ഹയർ ഇസ് ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇപ്പോൾ 75% ആണ് ഐഡിയൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാക്കി 25% എന്താണ്? അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ്. 85 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബാക്കി 15% വരുന്നുള്ളൂ. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ലോവർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു 70 അല്ലെങ്കിൽ 65 ഒക്കെയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ സ്ഥാപനം അത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നതാണ് മെഷർ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ നോക്കുന്നത് കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് പരമാവധി കുറയുമ്പോഴാണ് സ്ഥാപനത്തിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ റേഷ്യോ ലോവർ ആണ് എന്നുണ്ടെങ്കിൽ അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ അതിൽ വരുന്ന നെക്സ്റ്റ് റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ വരുന്ന നെക്സ്റ്റ് റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മെഷർ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്.
ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നെറ്റ് സെയിൽസിന്റെ എത്ര ശതമാനമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എല്ലാം തന്നെ പെർസെൻറ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. When we deduct operating ratio from 100, the balance will be operating profit ratio. നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, സെയിൽസിന്റെ എത്രയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത് എന്നതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോയിൽ പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ഓപ്പറേറ്റിംഗ് റേഷ്യോ 100ൽ നിന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ ലെസ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതും എന്തിന് ഈക്വൽ ആയിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ ഈക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ പ്ലസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽസ് 100 ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എത്രത്തോളം കുറവാണോ വരുന്നത് അത്രത്തോളം കൂടുതലായതിന് ഏതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ നമുക്ക് 85 ആണ് കിട്ടിയതെങ്കിൽ അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 15% ആയിരിക്കും. ഓപ്പറേറ്റിംഗ് റേഷ്യോ 80 ആണ് കിട്ടിയത് എങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 20 ആയിരിക്കും. ദെൻ ഈ ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറയുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കൂടും. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പോൾ ഏതെങ്കിലും ഒരു റേഷ്യോ കണ്ട് 100ൽ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? അനദർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പറേറ്റിംഗ് റേഷ്യോ 60% ആണ് എന്നുണ്ടെങ്കിൽ അവിടെ റിമൈനിങ് 40% എന്തായിരിക്കും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആയിരിക്കും. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസിൽ നെക്സ്റ്റ് വരുന്ന ഒരു റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ആസ് ഇറ്റ്സ് നെയിം ഷോ, the ratio of net profit earned by business and its net sales. It measure overall profitability. ഇവിടെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്ഥാപനത്തിൻ്റെ ഓവറാൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് ഏതെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. സ്ഥാപനത്തിന്റെ സെയിൽസ്, സ്ഥാപനത്തിന്റെ വരുമാനമാണ്, ഏക റവന്യൂ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. അതിന്റെ എത്ര ശതമാനം സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് മാറുന്നുണ്ട്, എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തതിന് ശേഷം എത്ര ശതമാനം പ്രോഫിറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നതാണ് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിന്റെ ഓവറാൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതിന് ഒരു ടൂളായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ കിട്ടിയത് അതിനെ നമ്മൾ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ 100 കൊണ്ട് റേഷ്യോസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 100ൽ അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 100 കൊണ്ട് നമ്മൾ ആ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദി ഐഡിയൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് 5 to 10%. സാധാരണ 5 മുതൽ 10% വരെയുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിൽ നമ്മളത് ഏത് രീതിയിൽ പറയും? ഐഡിയൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി, സ്ഥാപനത്തിന്റെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കമന്റ് ചെയ്യുന്നത്. ദ റേഷ്യോ ഇൻഡിക്കേറ്റ് ഹൗ മച്ച് ഓഫ് സെയിൽസ് ആർ ലെഫ്റ്റ് ആഫ്റ്റർ മീറ്റിംഗ് ആൾ എക്സ്പെൻസസ്. ഒരു സ്ഥാപനത്തിന്റെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്തതിനു ശേഷം സെയിൽസിൽ എത്ര ബാക്കിയുണ്ട് എന്നതാണ് ഏത് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് 10% എന്ന് കിട്ടിയാൽ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിൽ 10 രൂപ എന്തായിട്ട് മാറുന്നുണ്ട്? സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് അവിടെ മാറുന്നുണ്ട്. എല്ലാ ചെലവും കഴിച്ച് ബാക്കി എത്ര രൂപ കിട്ടുന്നുണ്ട്?
10 രൂപ സ്ഥാപനത്തിന് പ്രോഫിറ്റ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് ആ ഒരു റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത്. ഹയർ ദ റേഷ്യോ ബെറ്റർ ഇസ് ദ പ്രോഫിറ്റബിലിറ്റി. റേഷ്യോ കൂടുന്നതിനനുസരിച്ച് സ്ഥാപനത്തിന്റെ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ് എന്നാണ് നമ്മൾ അവിടെ കമന്റ് ചെയ്യുന്നത്. ദിസ് മീൻസ് ഹയർ റിട്ടേൺസ് ടു ഷെയർ ഹോൾഡേഴ്സ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് എന്ത് വർദ്ധിക്കും? ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ അവിടെ വർദ്ധിക്കും. കാരണം നെറ്റ് പ്രോഫിറ്റ്, സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്തതിനു ശേഷം വരുന്ന ഫണ്ട് അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എത്ര കണ്ട് വർദ്ധിക്കുന്നോ അത്ര കണ്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.